തിരുവനന്തപുരത്ത് പാലോട് നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീട്ടുകാർ നൽകിയ പരാതിയിലാണ് ഈ നടപടി. എ വി ജയശങ്കർ ചേരുന്നു വിവരങ്ങളുമായി. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് SKM. ഇന്ദുജയെ കഴിഞ്ഞ ദിവസമാണ് ഈ അഭിജിത്തിന്റെ വീട്ടിലെ രണ്ടാമത്തെ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. പിന്നീട് പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഇതൊരു ആത്മഹത്യയാണെന്ന് തെളിഞ്ഞു. പിന്നാലെയാണ് ഇന്ദുജയുടെ കുടുംബം ഈ മരണത്തിൽ വലിയ ദുരൂഹതകൾ ആരോപിച്ചത്. ഈ ഗാർഹിക പീഡനം ഉൾപ്പെടെ അല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ അഭിജിത്തിന്റെ വീട്ടിൽ ഇന്ദുജ നേരിട്ടിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം. ഇതിന് പിന്നാലെ കുടുംബം ഇത് കാണിച്ച് പാലോട് പോലീസിൽ വിശദമായ പരാതിയും നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴെന്തായാലും ഈ അഭിജിത്തിനെ പാലോട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കസ്റ്റഡിയിലിരുത്തി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ ഒരു തീരുമാനം. ഒപ്പം തന്നെ ഇന്ദുജയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഉള്ള ഫോണുകൾ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് പരിശോധന നടത്താനും പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഇന്ദുജ ചില ഘട്ടങ്ങളിൽ അമ്മയെ വിളിക്കുമ്പോൾ ഇത്തരത്തിൽ വീട്ടിൽ ചില പ്രശ്നങ്ങളുള്ള കാര്യം മറ്റും സൂചിപ്പിച്ചു എന്നാണ് പിതാവ് നിലവിൽ പറയുന്നത്. എന്തായാലും പോലീസ് വിശദമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കും. കാരണം ഈ വിവാഹശേഷം വീടുമായി തോതിലുള്ള ബന്ധമൊന്നും ഇന്ദുജ സൂക്ഷിച്ചിരുന്നില്ല. പലപ്പോഴും അമ്മയെ വിളിക്കുക മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു വിശദമായ അന്വേഷണം പോലീസ് എന്തായാലും നടത്തും. കുടുംബം വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് നിലവിൽ ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭൗതികദേഹം ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കുടുംബം ഈ മരണത്തിൽ വലിയ ദുരൂഹതയാണ് SKN ഉന്നയിക്കുന്നത്. ഓക്കെ, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്.